ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഐ എം ഹാരിസ് കൊടുങ്ങല്ലൂർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. ഇതിനായി 2 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മട്ടൻ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, മട്ടനിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ 2 വിസിലടിച്ച് നമുക്കിതിനെ വേവിക്കണം. അപ്പോൾ മട്ടൻ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 15 വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 10 ചതച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയില. ഇനി വേണ്ടത് 4 സവാള, അത് നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പകുതി മസാലയിലേക്ക് അരച്ച് ചേർക്കാനും പകുതി നമുക്ക് ബിരിയാണിയുടെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. വേണമെങ്കിൽ നെയ്യിലും വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കാനായി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഒരു പിടി ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചതച്ചതാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 6 സവാള മസാലയ്ക്ക് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 10 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4 സവാള നമ്മൾ പൊരിച്ചെടുത്തു. ബാക്കി 6 സവാളയാണ് നമ്മൾ മസാലക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3ഉം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നാല് തക്കാളി അരിഞ്ഞത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം.
വറുത്ത് വെച്ച സവാള അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ മുഴുവനായി പിഴിഞ്ഞ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, കുരുമുളക്, തക്കോലം, കരയാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 6 ഗ്ലാസ് ജീരകശാല അരിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. റൈസ് ഊറ്റി വെച്ചിട്ടുണ്ട്. റൈസ് വേവിച്ച പാനിൽ തന്നെയാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. കുറച്ച് മസാല താഴെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ അല്പം റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മേലെ അല്പം ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില, പുതിനയില അതിന് മേലെ കുറച്ചിട്ട് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് ആൽമണ്ട് അരച്ചത്, നമ്മളെ ബിരിയാണിയുടെ സ്പെഷ്യൽ ഐറ്റമാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മേലെ അല്പം റൈസ് ഇട്ടതിന് ശേഷം അതിന് മേലെ ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. മസാലയുടെ മേലെ വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിന് മേലെ വീണ്ടും നമുക്ക് ആൽമണ്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ വറുത്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.